إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره الكافرون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ പവിത്രത കൽപ്പിച്ച ഒരു ബന്ധമാണ് മാതാപിതാക്കളുമായുള്ള നമ്മുടെ ബന്ധം എന്നത്. ഏതൊരു കാര്യവും നാം അതിൽ പോരായ്മ ഉള്ളവരാണോ, എത്രത്തോളം നാം അതിൽ ശ്രദ്ധ ചെലുത്തുന്നുണ്ട് എന്നറിയണമെങ്കിൽ മുൻഗാമികളുടെ മാതൃക എങ്ങനെയായിരുന്നോ അതുപോലെയായിരുന്നോ നാം എന്ന് നാം താരതമ്യപ്പെടുത്തേണ്ടതുണ്ട്. നമ്മുടെ ചുറ്റുവട്ടമുള്ള ആളുകളിലേക്ക് നോക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് തോന്നിയേക്കാം മാതാപിതാക്കളുടെ കാര്യത്തിൽ ഞാൻ വലിയ കുറവൊന്നും വരുത്തിയിട്ടില്ല. എന്നാൽ മുൻഗാമികളായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുണ്ടിൽ നിന്നും ഖുർആൻ കേട്ട, ഹദീസുകൾ കേട്ട, ദീൻ പഠിച്ച ആളുകൾ അവർ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയത്, പ്രത്യേകിച്ചും മാതാപിതാക്കളുമായുള്ള അവരുടെ ബന്ധം എത്രത്തോളം സംശുദ്ധമായിരുന്നെന്ന് നാം അറിയേണ്ടതുണ്ട്. നോക്കൂ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്ന് ഒരാൾ പറയുന്നുണ്ട്, എൻ്റെ ഉമ്മ കിടപ്പിലാണ്, എൻ്റെ തോളത്തേറ്റിയാണ് ഞാൻ അവരെ വിസർജിക്കാനും മറ്റും കൊണ്ടുപോകാറുള്ളത്. അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മുഖം തിരിച്ചു നിൽക്കും, അവർക്കതൊരു പ്രയാസമാകാതിരിക്കാൻ, എൻ്റെ നോട്ടം ഒരു പ്രയാസമാകാതിരിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ മുഖം തിരിച്ചു നിൽക്കും. ശേഷം ഞാൻ അവരെ വുളു എടുപ്പിക്കും. ഞാൻ ഈ ചെയ്ത കാര്യം അവർ എനിക്ക് ചെയ്തു തന്ന കാര്യത്തിന് പകരമാവില്ലേ ഉമറെ? ഉമർ റളിയല്ലാഹു അൻഹു മറുത്തു പറഞ്ഞു, ഇല്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ എടുത്തുകൊണ്ടാണ് അവരെ കൊണ്ടുപോയത്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല, നീ ചെയ്ത കാര്യം ഈ എടുക്കലും മറ്റുമൊക്കെ അവരും ചെയ്തതാണ്. അതിനുശേഷം ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ആ പറഞ്ഞ വാക്കുകളുടെ ആഴം ഒരുപക്ഷെ സമുദ്രത്തിനേക്കാൾ ആഴമുണ്ടെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ കളവാവില്ല. അവർ ആഗ്രഹിച്ചത് നീ ജീവിച്ചു കാണാനാണ്, എന്നാൽ നീ ആഗ്രഹിക്കുന്നതോ അവരുടെ മരണമാണ്. അവർ ആഗ്രഹിച്ചത് നീ ജീവിച്ചു കാണാനാണ്, നീ ആഗ്രഹിക്കുന്നത് അവരുടെ മരണമാണ്. കിടപ്പിലായ മാതാപിതാക്കളെ കിട്ടിയ റബ്ബിനെ പേടിയില്ലാത്ത ആളുകളുടെ അവസ്ഥ നമുക്കറിയാം, അവരുടെ മനസ്സ് മന്ത്രിക്കുന്നത് എന്താണെന്ന് നമുക്കറിയാം. എന്നാൽ ഏതെങ്കിലും ഒരു മാതാവ്, അത് മുസ്ലിം ആവട്ടെ അമുസ്ലിം ആവട്ടെ, അത് ഏത് പാതിരാത്രി നിലവിളിച്ച് കരഞ്ഞാലും, ഒരു തുള്ളി ഉറങ്ങാൻ സമ്മതിക്കാത്ത അവസ്ഥ ഉണ്ടാക്കിയാലും ഒരു മാതാവ് പോലും ആഗ്രഹിക്കുന്നില്ല, കൊതിക്കുന്നില്ല, ഒന്ന് ഇല്ലാതായിരുന്നെങ്കിൽ, ഒന്ന് മയ്യത്തായിരുന്നെങ്കിൽ എന്നൊരു കുട്ടിയെ സംബന്ധിച്ച് പോലും ഒരു മാതാവും ആഗ്രഹിക്കുന്നില്ല. ഏറെ ചിന്താഗതിയിൽ തന്നെ, ഉദ്ദേശത്തിൽ തന്നെ ഒരു പിതാവിന് തന്റെ മക്കളോടുള്ള മനോഭാവവും രണ്ടും വ്യത്യസ്തമാണ്. അതാണ് ഉമർ റളിയല്ലാഹു അൻഹു ഇവിടെ സൂചിപ്പിക്കുന്നത്. നോക്കൂ, ഈ ഉമറിന്റെ മകൻ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തോട് ഒരാൾ വന്ന് ചോദിക്കുന്നുണ്ട്, കഅബ 7 തവണ തവാഫ് ചെയ്ത്, അതും തന്റെ ഉമ്മയെ തോളിലേറ്റി തവാഫ് ചെയ്ത് വന്നിട്ടാണ് അദ്ദേഹം ചോദിക്കുന്നത്, ഹൽ ജസൈതുഹാ
എന്റെ ഉമ്മ എനിക്ക് ചെയ്തു തന്നതിനൊക്കെ പകരമായോ ഞാൻ ഈ ചെയ്തത്? ഇബ്നു ഉമർ മറുത്തു പറയുന്നുണ്ട്, ഇല്ല. വലാ ജഫറത വാഹിദ, ആ അനുഭവിച്ച പേറ്റുനോവിന്റെ ആ വേദനകളുടെ ഒരല്പനേരത്തെ വേദനയ്ക്ക് പോലും അത് പകരമായിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഇഹ്സാന, മനുഷ്യനോട് നാം വസിയത്ത് ചെയ്യുന്നു, അല്ലാഹുവിന്റെ വസിയത്താണ്. ബിവാലിദൈഹി ഇഹ്സാന, അവന്റെ മാതാപിതാക്കളോട് നന്മ പ്രവർത്തിക്കണം. എന്തെല്ലാം നന്മകളുണ്ടോ ആ നന്മകളെല്ലാം ഏറ്റവും അർഹർ അവരാണ്, അവരോട് നീ നന്മ ചെയ്യണം. ഹമലതുഹു ഉമ്മുഹു കുർഹാ, അല്ലാഹു തആല നമുക്ക് പലർക്കും ഓർമ്മയില്ലാത്ത ആ രംഗം, നമുക്ക് ആർക്കും ഓർമ്മയില്ലാത്ത ആ രംഗം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഹമലതുഹു ഉമ്മുഹു കുർഹാ, ഏറെ പ്രയാസം സഹിച്ചാണ് മനുഷ്യന്റെ മാതാവ്, അവന്റെ ഉമ്മ അവനെ ഗർഭം ചുമന്നത്. വവദഅതുഹു കുർഹാ, പ്രസവിച്ചതും ഏറെ പ്രയാസം സഹിച്ചാണ്. മറ്റൊരിടത്ത് അല്ലാഹു പറഞ്ഞില്ലേ, ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ, പ്രയാസത്തിന് മേൽ പ്രയാസം സഹിച്ചാണ് അവന്റെ മാതാവ് അവനെ ഗർഭം ചുമന്നത്. വഫിസാലുഹു ഫി ആമൈൻ, പ്രസവത്തോടെ അവസാനിക്കുന്നുണ്ടോ സഹോദരങ്ങളെ? ഇല്ല. വഫിസാലുഹു ഫി ആമൈൻ, 2 വർഷം പാലൂട്ടൽ. ഒരു ഉമ്മ ചെയ്ത കാര്യങ്ങൾ ഇത് ചിന്തിക്കേണ്ടതുണ്ട്, ആലോചിക്കേണ്ടതുണ്ട്. ചെയ്ത കാര്യങ്ങൾക്ക് മറുത്ത് നന്ദി കാണിക്കാൻ ഈ കാര്യങ്ങൾ ആലോചിക്കാൻ നമുക്ക് സഹായകമാകും. അല്ലാഹു പറഞ്ഞില്ലേ, വദ്കുറൂ നിഅമതല്ലാഹി അലൈക്കും, അല്ലാഹു ചെയ്തു തന്ന നിഅമത്തുകളെ നിങ്ങൾ ഓർക്കുക. അല്ലാഹു നന്ദി കാണിക്കാൻ സഹായകമാകുന്നതാണ്. നമ്മുടെ മക്കളെ കാണുമ്പോൾ, നമ്മുടെ വാഹനം കാണുമ്പോൾ, നമ്മുടെ വീട് കാണുമ്പോൾ, ഇതൊക്കെ റബ്ബിന് നന്ദി കാണിക്കാൻ പ്രേരകമാകും നമുക്ക്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, മാതാപിതാക്കൾ ചെയ്തു തന്ന കാര്യങ്ങൾ, നീ വയറ്റിലുണ്ടെന്ന് അറിഞ്ഞതുമേൽ അവർ നിനക്ക് വേണ്ടി ഉപേക്ഷിച്ച കാര്യങ്ങൾ, അവർ മാറ്റിവെച്ച കാര്യങ്ങൾ, ഇതൊക്കെ ചിന്തിക്കുക, ആലോചിക്കുക. നന്ദിയുള്ള മക്കളായി തീരാൻ നിനക്ക് സഹായകമാകുന്നതാണ്. നോക്കൂ, യഹ്യാ നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിന്റെ മേന്മയായി അല്ലാഹു തആല പറഞ്ഞത് വബർറൻ ബിവാലിദൈഹി, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നവനായിരുന്നു യഹ്യ. ഈസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് ഈസാ നബി അലൈഹിസ്സലാം സൂറത്ത് മറിയമിൽ പറഞ്ഞതായി കാണാം, ഔസാനി ബിസ്സലാത്തി വസ്സകാത്ത്, എന്റെ റബ്ബ് എന്നോട് വസിയത്ത് ചെയ്തിരിക്കുന്നു. അല്ലാഹുവിന്റെ വസിയത്താണ്. എന്താണ്? ബിസ്സലാ, നിസ്കാരം. നിസ്കാരത്തിന്റെ പ്രാധാന്യം എന്താണ് ഇസ്ലാമിൽ നമുക്കറിയാം. ബിസ്സലാത്തി വസ്സകാത്ത്, സകാത്തിന്റെ കാര്യത്തിലും എന്നോട് വസിയത്ത് ചെയ്തിരിക്കുന്നു. മാ ദുംതു ഹയ്യ, ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ കാര്യത്തിൽ എന്നോട് വസിയത്ത് ചെയ്തിരിക്കുന്നു. ശേഷം പറഞ്ഞു, വബർറൻ ബിവാലിദതി, എന്റെ ഉമ്മയോട് ബിർറ് കാണിക്കാനും നന്മ കാണിക്കാനും അല്ലാഹു വസിയത്ത് ചെയ്തിരിക്കുന്നു. അല്ലാഹുവിന്റെ വസിയത്തായതെന്ന ബോധം, അതാണ് മുൻഗാമികളിൽ അവരുടെ മാതാപിതാക്കളോടുള്ള അവരുടെ പെരുമാറ്റം, അവരുടെ സംസാരം എത്രത്തോളം എന്ന് വെച്ചാൽ ഇബ്നു സീരീൻ റഹിമഹുല്ലാഹ് നമുക്കറിയാം, ഇന്ന ഹാദൽ ഇൽമ ദീൻ, ഈ ദീൻ എന്നത് നിങ്ങളുടെ, ഈ ഇൽമ എന്നത് നിങ്ങളുടെ ദീനാണ്, അത് ആരിൽ നിന്ന് നിങ്ങൾ സ്വീകരിക്കുന്നതെന്ന് നോക്കിക്കൊള്ളട്ടെ എന്ന അറിയപ്പെട്ട ഈ അസർ പറഞ്ഞ ആൾ ഇബ്നു സീരീൻ റഹിമഹുല്ലാഹ്, അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ സഹോദരി ഹഫ്സ, ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ദീൻ പഠിച്ച ആളാണ്. ഹഫ്സ പറയുന്നുണ്ട്, ഇബ്നു സീരീൻ ഉമ്മായുടെ അടുക്കലുള്ള സമയം അദ്ദേഹം മുഴു നാവ് കൊണ്ട് വർത്തമാനം പറയില്ല, നാവിനെ നിയന്ത്രിക്കുമാറുണ്ടായിരുന്നു. എന്താണ് അവരെ അതിന് പ്രേരിപ്പിച്ചത്? നമ്മൾ മോദാറുള്ള ആയത്തുകൾ തന്നെയാണ്. വഖുൽ ലഹുമാ ഖൗലൻ കരീമ, മാതാപിതാക്കളോട് മര്യാദയ്ക്ക് കറാമത്തോടുകൂടി സംസാരിക്കണമെന്ന അല്ലാഹുവിന്റെ കൽപ്പനയല്ലാതെ മറ്റെന്താണ്? നോക്കൂ, മുഴു നാവ് കൊണ്ട് അദ്ദേഹം സംസാരിക്കില്ല എന്നാണ് സഹോദരിയായ ഹഫ്സ അറിയിക്കുന്നത്. നോക്കൂ, താബികളിൽ ഏറ്റവും ശ്രേഷ്ഠനായ ഉവൈസ് അൽ ഖർനി, പണ്ഡിതന്മാർ അഭിപ്രായ വ്യത്യാസത്തിലായിട്ടുണ്ട് ആരാണ് താബികളിൽ ഏറ്റവും ശ്രേഷ്ഠൻ എന്ന കാര്യത്തിൽ. ഉവൈസ് അൽ ഖർനിയാണെന്നാണ് ഏറ്റവും ശരിയായ അഭിപ്രായം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് അത് അറിയിക്കുന്നുണ്ട്. ആ ഉവൈസ് അൽ ഖർനി അദ്ദേഹം ചെയ്ത ചെയ്തികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്തായിരുന്നു? നേരത്തെ പറഞ്ഞ ബിർറുൽ വാലിദൈൻ, തന്റെ മാതാവിന് പുണ്യം ചെയ്തതായിരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് പറഞ്ഞതായി കാണാം, അദ്ദേഹം തന്റെ ഉമ്മ ജീവിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹം ഹജ്ജ് നിർവഹിച്ചിട്ടില്ല എന്നത്. അദ്ദേഹം യതീമായിരുന്നു, യതീമായി വളർന്നതാണ്, ഉപ്പയില്ല. മാതാവിന്റെ കാര്യം നോക്കേണ്ട സാഹചര്യം ഉണ്ടായതിനാൽ എന്തിൽ നിന്നാണ് അദ്ദേഹത്തെ ഉമ്മാക്ക് പുണ്യം ചെയ്യുക എന്ന ഈ പ്രവൃത്തി തടഞ്ഞത്? ഹജ്ജിൽ നിന്നും. സഹോദരങ്ങളെ, ഹജ്ജിന്റെ പ്രാധാന്യം എന്താണ്? നോക്കൂ, ഈ കാര്യം, ഈ സംഭവം അറിയിക്കുന്നത് സ്വഹാബികളുടെ അറിവാണ്, ദീനിലുള്ള അവരുടെ ജ്ഞാനം. നിർബന്ധമായ കർമ്മമായിട്ട് പോലും
നിർബന്ധമായ ഹജ്ജിനേക്കാൾ മുൻഗണന നിർബന്ധമായ മാതാവിനെ നോക്കലാണ്. വാജിബുകളായ കർമ്മങ്ങൾ തമ്മിൽ പരസ്പരം ഏറ്റക്കുറച്ചിലേ ഉണ്ടാവും. അത് മനസ്സിലാക്കൽ ഒരു മനുഷ്യന്റെ ഇൽമിന്റെ ഭാഗമാണ്, ഫിഖിന്റെ ഭാഗമാണ്. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്ന കാര്യമാണ് കഅബ കാണാനുള്ള പൂതി. അദ്ദേഹത്തിന്റെ ആ പൂതിക്ക്, മദീനയിൽ ജീവിച്ചിട്ട് പോലും ആ പൂതിക്ക് എന്തേ തടസ്സം? തന്റെ ഉമ്മ, പ്രായമായ ഉമ്മ, അവരെ പരിചരിക്കൽ. നോക്കൂ, ഇവിടെ നമ്മുടെ വികാരമല്ല, അള്ളാഹുവിന്റെ ഇഷ്ടമാണ് ഏതൊരു മുസ്ലിം എപ്പോഴും മുന്തിക്കേണ്ടതെന്ന് അറിയിക്കുന്നുണ്ട്. നമ്മുടെ പൂതി, നമ്മുടെ ആഗ്രഹം, അതിനേക്കാൾ റബ്ബിനെന്താണ് ഇഷ്ടം? പ്രായമായ മാതാപിതാക്കളെ നോക്കുക എന്നത് വലിയ മനസ്സിന് താല്പര്യം ഉണ്ടാക്കുന്ന കാര്യമല്ല. എന്നാൽ ഹജ്ജോ ഏതൊരു കണ്ണും കാണാൻ കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് കഅബ എന്നത്. നോക്കൂ, ഇവിടെ വികാരത്തേക്കാൾ റബ്ബിന്റെ ഇഷ്ടത്തിന്, സ്വന്തം ഇഷ്ടത്തേക്കാൾ റബ്ബിന്റെ ഇഷ്ടത്തിന് മുൻഗണന കൊടുക്കുന്ന സ്വഹാബികളുടെ ആ ഒരു മാതൃക പല സ്വഹാബികളും അവർ പ്രത്യേകം എടുത്തു പറയപ്പെടേണ്ട ഒരു സ്വഭാവ ഗുണമാണ് തന്റെ ഇഷ്ടത്തേക്കാൾ റബ്ബിന്റെ ഇഷ്ടം. ഓരോ സാഹചര്യത്തിലും അങ്ങനെ ചെയ്യുന്നൊരു സ്വഭാവം മുൻഗാമികളിൽ മാതൃകയായി നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്ന ഒരാൾ ജിഹാദിന് അനുവാദം ചോദിച്ചില്ലേ? അവിടുന്ന് അദ്ദേഹത്തോട് മറുത്തു ചോദിച്ചു, അഹയ്യുൽ വാലിദാൻ, നിന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ? അദ്ദേഹം എന്ത് പറഞ്ഞു? നഅം, അതെ. ഫഫീഹിമാ ഫജാഹിദ്, നീ ജിഹാദ് അല്ലേ ഉദ്ദേശിക്കുന്നത്? ഫീഹിമാ ഫജാഹിദ്, അവരിൽ പോയി നീ ജിഹാദ് ചെയ്യുക. ഈ കാര്യം പറഞ്ഞ ശേഷം ഷെയ്ഖ് അബ്ദുൽ റസാഖ് അൽ ബദർ അദ്ദേഹം ഈ ഭാഗം നന്നായി ശ്രദ്ധിക്കാൻ പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയോഗിച്ച ആ പ്രയോഗം, നീ അവരുടെ അടുക്കൽ പോയി ജിഹാദ് ചെയ്യുക. മാതാപിതാക്കളെ, പ്രത്യേകിച്ചും പ്രായമായവരെ പരിചരിക്കുക എന്നത് ഒരു ജിഹാദാണ്, ശ്രമകരമായ കാര്യമാണ്. അപ്പോൾ അതൊരു ജിഹാദ് തന്നെയാണ്, പ്രയാസത്തോടു കൂടി തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ്, പരിശ്രമം വേണ്ട കാര്യമാണെന്ന് ഇത് അറിയിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തോട് ചോദിക്കപ്പെട്ടു, അയ്യുൽ അഅമാലി അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അമലുകൾ ഏതാണ്? ആദ്യമായി പറഞ്ഞു സ്വലാത്തു ഫീ വഖ്തിഹാ, നിസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കൽ. രണ്ടാമത്തേത് പറഞ്ഞു ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യൽ. മൂന്നാമതായിട്ടാണ് എന്ത് പറഞ്ഞത്? ജിഹാദു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദ്. നോക്കൂ, ആ ജിഹാദിനേക്കാൾ മുൻഗണന ബിർറുൽ വാലിദൈൻ. നേരത്തെ പറഞ്ഞ സംഭവത്തിലും ജിഹാദ് ഉദ്ദേശിച്ചു വന്ന ആളെ മാതാപിതാക്കൾ ആവശ്യക്കാരാണെന്ന് മനസ്സിലാക്കി അവരുടെ അടുക്കലേക്ക് പറഞ്ഞയക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു സ്വഹാബി ഇതേ കാര്യത്തിനായി ജിഹാദ് ഉദ്ദേശിച്ചു വന്ന ആളോടായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, ഇൽസം ദിജ്ലഹ, ഉമ്മാടെ കാലിന്റെ അടുത്ത് പോയി നീ പറ്റിക്കൊള്ളുക, ഉമ്മാടെ കാലിന്റെ അടുത്ത് പോയി കഴിഞ്ഞുകൊള്ളുക. ഫസമ്മൽ ജന്ന, അവിടെയാണ് നിനക്ക് സ്വർഗം കാണാൻ സാധിക്കുക. സഹോദരങ്ങൾ, ഇതെല്ലാം മാതാപിതാക്കളുടെ അവസ്ഥയും സാഹചര്യവും അനുസരിച്ച് ഇതിന്റെ വിധികൾ മാറുന്നതാണ്. അവരുടെ തൃപ്തിയില്ലാതെ, അവരുടെ സാഹചര്യം പരിഗണിക്കാതെ അവരെ വിട്ടുപോകുന്നതാണ് ഇതെല്ലാം താക്കീത് ചെയ്യുന്നത്. എന്നാൽ ദീൻ പഠിക്കാനും മറ്റും ഇമാം അഹ്മദിനോട് ചോദിക്കുന്നുണ്ട്, മാതാപിതാക്കളെ വിട്ട് ദീൻ പഠിക്കാൻ പോകുന്നതിനെ പറ്റി ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അവരോട് സൗമ്യമായിട്ട് നല്ല രീതിയിൽ അവരുടെ അനുവാദം വാങ്ങിക്കൊണ്ട് നീ അതിന് പോയിക്കൊള്ളുക. എന്നാൽ അവരുടെ രോഗത്തിലും മറ്റും അവർ നമ്മുടെ സഹായത്തിന് ആവശ്യമാകുന്ന അവസ്ഥയിലാണെങ്കിൽ അതിന് മുൻകടന്ന് മറ്റൊരു പ്രവൃത്തിയുമില്ല. അതുപോലെ തന്നെ പ്രത്യേകം നാം മനസ്സിലാക്കേണ്ടത്, ഖുർആനിൽ പ്രത്യേകം അല്ലാഹു തആല എടുത്തു പറഞ്ഞ സന്ദർഭമാണ് ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബർ, മാതാപിതാക്കൾ പ്രായം എത്തുന്ന അവസ്ഥയിലെത്തുമ്പോൾ, അവരുടെ ശരീരം ശോഷിക്കുമ്പോൾ, ശക്തി ഇല്ലാതാകുമ്പോൾ, രോഗാവസ്ഥയിൽ കിടന്നു പോകുമ്പോൾ, ഈ സമയമാണ് യഥാർത്ഥ അഗ്നി പരീക്ഷണം. ഷെയ്ഖ് അസീസ് ഫർഹാൻ അദ്ദേഹം ഈ കാര്യം പ്രത്യേകം പറയുന്നുണ്ട്. ഇതാണ് സഹോദരങ്ങളെ ഒരു അഗ്നി പരീക്ഷണം. ഇതൊരു തീക്കളിയാണ്. പല ആളുകളും പരാജയപ്പെട്ടു പോകുന്നത് ഈ അവസ്ഥയിലാണ്. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരിടത്ത് പറഞ്ഞതായി കാണാം, ചില ആളുകൾ മാതാവിനോടുള്ള പെരുമാറ്റം, വീട്ടിലെ സകല പണി എടുക്കുന്ന അവസ്ഥ ഉമ്മമാർക്ക് ഉണ്ടാവാറുണ്ട്. ഒരു വീട്ടിലെ വേലക്കാരിയുടെ കയ്യിൽ നിന്നും, വീട്ടിലെ വേലക്കാരി ഉണ്ടായിരിക്കെ അവർ തന്റെ കയ്യിൽ നിന്നും ഒരു ഗ്ലാസ് വീണ് പൊട്ടിയാൽ അത് എടുക്കാൻ വരുന്ന വേലക്കാരിയുടെ ഒരു പക്ഷെ അവൻ പറഞ്ഞേക്കാം, അത് എടുക്കേണ്ടതില്ല, അത് ഞാൻ ചെയ്തോളാം, മാന്യത കാണിച്ചേക്കാം. നല്ല പക്ഷെ അവന്റെ ഉമ്മയാണ് വീട്ടിലുള്ളതെങ്കിൽ ആ കാര്യം പോലും വകവെക്കാതെ എല്ലാ ഉമ്മമാരെ കൊണ്ട് ചെയ്യിക്കുന്ന ഒരു അവസ്ഥ, അതെന്റെ സഹോദരങ്ങളെ യോജിച്ചതല്ല ഒരിക്കലും. മുൻഗാമികൾ മാതാപിതാക്കൾക്ക് നൽകിയ സ്ഥാനം അത് എത്രത്തോളമാണെന്ന് നാം മനസ്സിലാക്കി കഴിഞ്ഞു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി, കാന യകൂനു ഫീ മിഹ്നതി അഹ്ലിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടുകാര്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കാറുണ്ടായിരുന്നു. നിസ്കാരത്തിന് സമയമായാൽ പള്ളികളിലേക്ക് നിസ്കാരത്തിനായി പോകും.
സഹോദര, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരുടെ കാര്യത്തിൽ ഇങ്ങനെ ആയിരുന്നെങ്കിൽ, അത് അവിടുത്തെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ എങ്ങനെ നോക്കിയാനെ? നമുക്കറിയാം 3 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണയിട്ട് പറഞ്ഞത് മാതാവിനെ സംബന്ധിച്ചാണെന്ന കാര്യം. നോക്കൂ, അല്ലാഹു തആല പറഞ്ഞില്ലേ, വഅബ്ദുല്ലാഹ്, അല്ലാഹുവിനെ മാത്രമേ നിങ്ങൾ ഇബാദത്ത് ചെയ്യാവൂ, വലാ തുശ്രികൂ ബിഹി ഷൈആ, അവന് പുറമെ മറ്റൊന്നിനെയും നിങ്ങൾ ശിർക്ക് ചെയ്യരുത്. തൊട്ടുശേഷം തൗഹീദിന് ശേഷം ഏറ്റവും ആദ്യമായി പറഞ്ഞത് എന്ത്? വബിൽ വാലിദൈനി ഇഹ്സാന, നിന്റെ മാതാപിതാക്കളോട് ഏറ്റവും നന്നായി പെരുമാറുക. മറ്റൊരിടത്ത് അല്ലാഹു പറഞ്ഞില്ലേ, അനിഷ്കുർലി വലി വാലിദൈക്, എന്നെ ഇബാദത്ത് ചെയ്യുക, എന്നെ മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ, ശേഷം മാതാപിതാക്കളുടെ കാര്യം പറഞ്ഞു. ഇവിടെയും അനിഷ്കുർലി, എനിക്ക് നീ നന്ദി കാണിക്കുക, വലി വാലിദൈക്, ആർക്കും നന്ദി കാണിക്കുക, മാതാപിതാക്കൾക്കും നന്ദി കാണിക്കുക. നമ്മുടെ നന്ദി ചെയ്യാൻ പടപ്പുകളിൽ ഏറ്റവും അർഹതയുള്ളത് നമ്മുടെ മാതാപിതാക്കളല്ലാതെ മറ്റാരാണ്? അലി ഇബ്നു ഹുസൈൻ, അലി റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടിയായ അലി ഇബ്നു ഹുസൈൻ അദ്ദേഹത്തെ സംബന്ധിച്ച് പറഞ്ഞതായി കാണാം, ഉമ്മയോടൊപ്പം ഇരുന്ന് അദ്ദേഹം ഭക്ഷണം കഴിക്കില്ലായിരുന്നു എന്ന കാര്യം. അതെന്താണെന്ന് ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം, ഉമ്മ ആഗ്രഹിച്ച ഒരു ഭക്ഷണ സാധനം ഞാൻ എടുത്തു പോകുമെന്ന ഭയമാണ് അദ്ദേഹത്തെ അതിന് പ്രേരിപ്പിച്ചത്. ഹുഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തൽ അല്ലാഹു വിലക്കിയ കാര്യമാണ്. ഞാൻ അതിലേക്ക്, ഈ കാര്യം നിസ്സാരമായ ഒരു കാര്യം, അതിലേക്ക് എത്തിപ്പെടുമോ എന്ന ഭയം, അത്രത്തോളം അവർ ഈ കാര്യത്തിൽ ചിന്തിക്കാറുണ്ടായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് മദീനയിൽ ഈത്തപ്പനയ്ക്ക് ഏറെ വില വർദ്ധിച്ച സാഹചര്യത്തിൽ ഉസാമത്ത് ഇബ്നു സെയ്ദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളർത്തുപുത്രനായ സെയ്ദിന്റെ മകൻ ഉസാമ, അദ്ദേഹം തന്റെ ഈത്തപ്പനയുടെ ആ കരിമ്പെടുത്ത് ഉമ്മാക്ക് കൊണ്ടു കൊടുക്കുന്നുണ്ട്. ഏകദേശം 1000 ദിർഹത്തോളം, വലിയ തുകയാണെന്ന് ഈത്തപ്പനയ്ക്ക് വില. അപ്പോൾ അദ്ദേഹത്തോട് ഇതിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത്, എന്റെ ഉമ്മ എന്നോട് ആവശ്യപ്പെട്ടിരുന്നു, എന്നെ കൊണ്ട് കഴിയുന്ന കാര്യം സാധിക്കുന്നതാണ് അത് ഞാൻ ചെയ്തു കൊടുക്കുന്നതാണ് അദ്ദേഹം പറഞ്ഞതായി കാണാം. നോക്കൂ സഹോദരങ്ങളെ, മുൻഗാമികൾ അവർ മാതാപിതാക്കളുടെ അവരോടുള്ള സംസാരത്തിലാവട്ടെ, അതുപോലെ തന്നെ അവരുമായുള്ള ഇടപഴകുന്നതിലാവട്ടെ എത്രത്തോളം ശ്രദ്ധ പുലർത്തിയിരുന്നു എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും അതിനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. ഈ മാതാപിതാക്കളോടായിട്ട് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ്. അവിടുന്ന് പറഞ്ഞു, മാ കാന ദിഫ്കു ഫീ ഷൈഇൻ ഇല്ലാ സാന, ഒരു കാര്യത്തിലും സൗമ്യത ഭംഗിയല്ലാതെ വർദ്ധിപ്പിച്ചിട്ടില്ല. പല മക്കളും ദീനിൽ നിന്നും അതുപോലെ തന്നെ കൂടുതൽ അബദ്ധങ്ങളിലേക്ക്, കൂടുതൽ മോശപ്പെട്ട ജീവിതത്തിലേക്ക് എത്താൻ കാരണം ചില മാതാപിതാക്കളുടെ, പ്രത്യേകിച്ചും ഉപ്പമാരുടെ കടുംപിടുത്തമാണ്. അവരുടെ നന്മ ഉദ്ദേശിച്ച് കൗമാരത്തിലും യുവത്വത്തിലും മറ്റും അവരിൽ കാണുന്ന ചില അബദ്ധങ്ങൾ അത് കൂടുതൽ മസിൽ പിടിച്ച് അവരുമായുള്ള ബന്ധം അറ്റുപോകുന്ന അവസ്ഥയിലേക്ക് എത്തുകയും അവസാനം അവനവന്റെ വഴിക്ക് പോകട്ടെ എന്ന് ചിന്തിക്കുന്ന പിതാക്കൾ ഇവർ ഈ ചെയ്യുന്ന കാര്യം, ഒരാൾ തലവേദനയുള്ള കാരണത്താൽ തന്റെ തല വെട്ടിയെന്ന് സങ്കല്പിക്കുക. ഈ ഒരു കാര്യത്തെക്കാൾ വലിയ വിഡ്ഢിത്തമാണ് ഈ ഒരു പിതാവ് ചെയ്തിരിക്കുന്നത്. പല ആൺകുട്ടികളും കൈവിട്ടു പോകാനുള്ള പ്രധാന കാരണം പിതാക്കൾ പരിപൂർണമായി അവരെ ഉപേക്ഷിച്ചതാണ്. അവനവന്റെ വഴിക്ക് പോകട്ടെ എന്ന ഈ ഒരു ചിന്താഗതി സഹോദരങ്ങളെ, അത് കൂടുതൽ അപകടത്തിലേക്കാണ് എത്തിക്കുക. അവരിലുള്ള പോരായ്മകൾ കണ്ടു തന്നെ അതിനുള്ള പരിഹാരം അറിയുള്ള ആളുകളുമായി ചോദിച്ച് അവരെ കൂടെ കൂട്ടേണ്ടതിന് പകരം പരിപൂർണമായി ബന്ധം വിച്ഛേദിക്കൽ പല ആൺകുട്ടികളും ബാപ്പമാരുമായി മോശം ബന്ധമാണ്. അതുകൊണ്ട് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ മക്കൾ നമ്മോട് ബിർറ് കാണിക്കാൻ നാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ദീനിന്റെ അധ്യായങ്ങൾ, മുൻഗാമികളെ ഇതിന് കാരണമാക്കിയത് എന്താണ്? ദീനിലുള്ള അവരുടെ അറിവാണ്.
ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞ മനോഹരമായ ചില വാക്യങ്ങൾ ഇപ്രകാരമാണ്: ഫമൻ അഹ്മല തഅലീമ വലദിഹി മാ യൻഫഉഹു, ആരെങ്കിലും ഒരാൾ തന്റെ മക്കൾക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ പഠിപ്പിക്കാതെ അതിൽ മുഖം തിരിച്ചു കളഞ്ഞാൽ, അതിൽ ശ്രദ്ധ ചെലുത്താതെ ഇരുന്നാൽ, വസറക്കഹു സുദ, അവനെ വെറുതെ വിട്ടേച്ചാൽ, ഫഖദ് അസാഅ ഇലൈഹി ഗായത്തുൽ ഇസാ, അങ്ങേയറ്റം ഒരു മോശം പ്രവൃത്തിയാണ് ആ മാതാപിതാക്കൾ ആ കുട്ടിയോട് ചെയ്തിരിക്കുന്നത്. അക്സറുൽ ഔലാദ് ഇന്നമാ ജാഅ ഫസാദുഹു മിൻ ഖിബലിൽ ആബാ, മാതാപിതാക്കൾ ഫസാദായ കാരണത്താലാണ് അധിക മക്കളും വഴിതെറ്റിപ്പോയിട്ടുള്ളത്. വഇഹ്മാലുഹും ലഹു, അവരുടെ അവഗണന, വളർത്തുന്നതിൽ ശ്രദ്ധ കൊടുക്കാതിരിക്കുക. വതറകു തഅലീമിഹിം, അവരുടെ ദീനിന്റെ കാര്യങ്ങൾ പഠിപ്പിക്കാതിരിക്കുക, അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാതിരിക്കുക. ഫഅവാഉഹും സിഗാറ, അങ്ങനെ ചെറുപ്പത്തിൽ തന്നെ അവരെ ഇങ്ങനെ വിട്ടുകളഞ്ഞു. ഫലം യംതഫിഉ ബിഅൻഫുസിഹിം, അവർക്ക് തന്നെ ഒരു ഉപകാരമോ അവരുടെ പ്രായമാകുമ്പോൾ തിരിച്ചും ഉപകരിക്കുന്ന അവസ്ഥയിലേക്കോ ഈ മക്കൾ എത്തിയില്ല. അതുകൊണ്ട് തന്നെ മുൻഗാമികൾ പറഞ്ഞ മനോഹരമായ ഒരു വാക്യം, മക്കളെ നല്ലവരാക്കാൻ, മര്യാദ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നവരോടായിട്ട് മുൻഗാമികൾ പറഞ്ഞ ആദ്യ കാര്യം സ്വയം മാതൃകയാവുക എന്നതാണ്. 1000 തവണ ഉപദേശിക്കുന്നതിനേക്കാളും ഓരോ കാര്യത്തിലും നാം മാതൃകയാവുക, ഇതാണ് യഥാർത്ഥ പരിഹാരം. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏൽപ്പിച്ച ഈ വലിയ അമാനത്ത്, അല്ലാഹു പറഞ്ഞില്ലേ, ഇന്നല്ലാഹ യഅമുറുകും അൻ തുഅദ്ദുൽ അമാനാത്ത് ഇലാ അഹ്ലിഹ, അല്ലാഹുവിന്റെ കൽപ്പനയാണ് അമാനത്തുകൾ അതിന്റെ ആളുകൾക്ക് നിങ്ങൾ നൽകണം. ഏറ്റവും വലിയ അമാനത്ത് അല്ലാഹു ഏൽപ്പിച്ച അമാനത്താണ്. അല്ലാഹുവിന്റെ ദീനിന്റെ കാര്യത്തിൽ അമാനത്താണ്, മക്കളുടെ കാര്യത്തിലുള്ള അമാനത്താണ്, അതിനുശേഷം മറ്റു സൃഷ്ടികൾ നമ്മെ ഏൽപ്പിക്കുന്ന അമാനത്തുകളും. അപ്പോൾ ഇത് നിസ്സാര കാര്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അമാനത്ത് എന്നത്, ഇന്ന അറദ്നൽ അമാനത അല സമാവാതി വൽ അർള്, നമ്മൾ പറയുന്നു ആകാശങ്ങൾക്കും ഭൂമിക്കും ഞാൻ ഈ അമാനത്ത് ഏൽപ്പിച്ചു കൊടുത്തു. ഫഅബൈന അൻ യഹ്മിൽനഹ, എന്നാൽ ഇത് വഹിക്കാൻ അവർ ഭയപ്പെട്ടു. ഫഅശ്ഫഖന മിൻഹ വഹമലഹൽ ഇൻസാൻ, എന്നാൽ മനുഷ്യൻ ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. അതുകൊണ്ട് തന്നെ നമ്മുടെ മുതുകിലുള്ള ഈ ഉത്തരവാദിത്തം അത് നിസ്സാരമായി കണ്ടുകൂടാ. അതുകൊണ്ട് തന്നെ മക്കളുടെ തർബിയത്ത് ആദ്യം നാം നന്നായി പഠിക്കുക, അതോടൊപ്പം തന്നെ മക്കളെയും ആ വഴിയിലേക്ക് കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ യഥാവിധി പഠിക്കാനും അവന്റെ ഇഷ്ടത്തിന് നമ്മുടെ ഇഷ്ടത്തെക്കാൾ മുൻഗണന കൊടുക്കാനും അവന് തൃപ്തി ആവും വിധം അല്ലാഹുവിനെ കണ്ടുമുട്ടാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകുമാറാവട്ടെ. സല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിന മുഹമ്മദ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.